ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൂടി ഒരു വ്ളോഗാട്ടോ ഞാൻ ഇന്നിടണേ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഫ്രണ്ട്സ് എല്ലാവരും കൂടി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കൂടിയിട്ടാണ്. ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടുമ്പോൾ ഭയങ്കര രസമല്ലേ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ കൂടിയതാണ്, ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൂടിയതാണ് എല്ലാവരും കൂടിയിട്ടാണ്. കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ അവളുടെ വീട്ടിലുള്ള എല്ലാ ചെടികളൊന്ന് എടുത്തതാണ്. മുറ്റത്തിറങ്ങാതെ സ്റ്റെപ്പുമേൽ നിന്നിട്ടാണ് കേട്ടോ ചെടി വീഡിയോ എടുത്തത്. അപ്പോൾ തന്നെ ഇത്ര ലെങ്ത്തിൽ വീഡിയോ കാണും. അപ്പോൾ ചെടികൾ ഏതാണെന്നൊന്നും കറക്റ്റ് കാണുന്നില്ലല്ലേ. അപ്പോൾ മുറ്റത്തുള്ള ചെടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അവളുടെ വീട്ടിലോട്ടൊന്നും ഇങ്ങനെ നേരെ റോട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു ഗ്യാപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെടികളൊക്കെ ഒന്ന് കണ്ട് പിന്നെ അവിടെ അത് ഫ്രണ്ടിൽ സൈഡിലായിട്ട് വെച്ചിട്ടുള്ള ചെടികളാണ് വീടിൻ്റെ. ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഇത് ലണ്ടനിൽ നിന്ന് കൊടുന്ന കല്ലുകളാട്ടാ. വീട്ടിൽ അങ്ങനെ ഷോക്കേസിൽ ടീപ്പോയിമേൽ വെച്ചിരിക്കണേ. അപ്പോൾ കല്ല് കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള കല്ല്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ അവൾ പറഞ്ഞത് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ്. വെറൈറ്റി കല്ലിട്ട പല കളറിലുള്ള കല്ലുകൾ. നമ്മൾ ഈ കല്ല് അങ്ങനെ കണ്ടിട്ടില്ല. കാപ്പി കളർ കല്ലൊക്കെയാണ്, വൈറ്റ് കല്ല്, കാപ്പി കളർ കല്ല്. പിന്നെ ഇതൊരു ഷോക്ക് വെച്ചിട്ടുള്ളൊരു ആപ്പിള്, പച്ചാപ്പിള്, ഗ്രീൻ ആപ്പിളും വൈറ്റ് ആപ്പിളും നമ്മൾ സാധാ ആപ്പിളിൻ്റെ കളറുള്ളത് കേട്ടോ. ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ വെച്ച് കാണുമ്പോൾ ടീപ്പോയിമേൽ ഇങ്ങനെ വെച്ച് കണ്ടപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്, അല്ലാതെ വീടൊന്നും വീഡിയോ എടുത്തതല്ല. അപ്പം ഞാനവിടെ ഇങ്ങനെ സിറ്റിംഗ് റൂമിലിരുന്നപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തിട്ട് ആ കല്ല് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. കല്ലിൽ നല്ലൊരു ചെടി പ്ലാന്റ് വെച്ചിട്ടുണ്ട്, 3 ഇതിലുള്ള പ്ലാന്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവളുടെ വീടിന് വേറൊരു പ്രത്യേകതയാണ് കേട്ടോ. അവളുടെ വീട് റോട്ടിൽ നിന്ന് നേരെ വീട്ടിൽ അവളുടെ വീടിൻ്റെ കിച്ചണിൽ നിന്നിട്ടുണ്ട്. മറ്റേ വീട് കാണുന്നതൊക്കെ അവരുടെ ബാക്കിക്കാരുടെ വീട് തന്നെയാണ്. ആ വീട് കാണുന്നത് അവളുടെ വീടിൻ്റെ കിച്ചൻ്റെ സൈഡിലുള്ളൊരു കോണിയിൽ സ്റ്റെയർ കേസിൽ നിന്നിട്ടുണ്ട്. ആ സ്റ്റെയർ താഴേക്ക് നേരെ ഇറങ്ങിപ്പോണത്. നേരെ താഴേക്ക് ഇറങ്ങിപ്പോയാൽ അവളുടെ പിന്നെ നമ്മൾ അലക്കണ സ്ഥലം, അലക്കിടുന്ന സ്ഥലവും പിന്നെ അലക്ക് മെഷീനും പിന്നെ ഇതൊക്കെ കാർ പാർക്കിങ് കാര്യങ്ങളൊക്കെ അങ്ങനെ അണ്ടർഗ്രൗണ്ടിലാണ് വരുന്നത്. അങ്ങനെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി താഴോട്ട് പോയാലും ഞങ്ങൾ ജസ്റ്റ് ഇരുട്ടായിക്കണം കേട്ടോ. അപ്പോഴാണ് ഈ വീഡിയോ കറക്റ്റ് അല്ലാത്തത്, വെളിച്ചമില്ലാത്തത്. ഞാൻ പിന്നെ താഴെ ഇറങ്ങിപ്പോയെന്ന് എടുത്തതല്ല, കാർ പാർക്കിങ് അവിടെയാണ്. ഇപ്പുറത്ത് വേറെ വീടുണ്ട്, അങ്ങനെ എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് സൈഡിലുള്ള വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കിനും ഇവിടെ ഫുഡൊക്കെ ഡിഷിലാക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പാത്രത്തിലോട്ടൊക്കെ ഇങ്ങനെ സെർവ് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. ഓരോന്നും പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറി മാറ്റി, പിന്നെ വേറെ പാത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഞാൻ ആ വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്നപ്പോഴാണ് പിന്നെ ഞാൻ റൊട്ടിയാണത് ചിക്കൻ കറി വീണ്ടും ഒരു പാത്രത്തിലും കൂടി ചിക്കൻ കറി ആക്കുന്നുണ്ട് ഞാൻ. പിന്നെ പല ഐറ്റംസ്, പിന്നെ പൊറോട്ട, ഓരോന്നിങ്ങനെ പാത്രത്തിലാക്കണം. അപ്പോൾ ഞാൻ വീഡിയോ ഫസ്റ്റ് എടുത്തിട്ടില്ലായിരുന്നു, ഞാൻ ഇപ്പുറത്തായിരുന്നു. അപ്പോൾ ഓരോന്നിങ്ങനെ ടേബിളിലോട്ട് കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ അതേ ഞാൻ വീടിൻ്റെ അവർ കൊണ്ടുവെക്കണ ഇടയിൽ കൂടെ വീണ്ടും ഞാൻ ആ വീടിൻ്റെ മറ്റേ സൈഡ് ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു വീട് വിടാം, ഇനി ഇപ്പുറത്തൊരു വീടും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ അതേ നമ്മൾ ഫുഡൊക്കെ ടേബിൾമേലെത്തി. കുബൂസ് ഉണ്ട്, പൊറോട്ട ഉണ്ട്, നാനുണ്ട്, പിന്നെ അൽഫാമുണ്ട്, മയനൈസ് ഉണ്ട്, ചട്നി ഉണ്ട്. പിന്നെ അപ്പം തന്നെ എല്ലാവരും കഴിക്കാൻ ഒരുങ്ങണം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കട്ടൻ ചായ ഉണ്ട്, ചായ ഉണ്ട്, വേണ്ടവർക്ക് വേണ്ടതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ടേബിൾ ഫുള്ളായി എല്ലാവരും കൂടി ഇരുന്ന്. അപ്പോൾ ഞാനൊരു പാത്രത്തിലെടുത്ത് അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ അവിടെ സമാപിച്ചിട്ട് അവസാനത്തായിട്ട് നമ്മുടെ പുഡിങ് കേട്ടോ, സെറ്റ് പുഡിങ് കേട്ടോ. കസ്റ്റാർഡ് പുഡിങ്ങാണ്, കസ്റ്റാർഡും ഫ്രൂട്ടും കൂടിയുള്ള പുഡിങ്ങാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പുഡിങ് ആയിരുന്നു. അപ്പം ലാസ്റ്റിന് മധുരം കഴിക്കൽ നമുക്ക് എന്തായാലും വേണമല്ലോ. ഞങ്ങൾ ചെന്നപ്പോൾ പലരും പല ഐറ്റംസൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഫസ്റ്റ് നമ്മൾ ബട്ടറിൻ്റെ ജ്യൂസ് കുടിച്ച്, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പായസം ഉണ്ടായിരുന്നു. ഒരു ഫ്രണ്ടിൻ്റെ വക പായസം കൊണ്ടുവന്നിരുന്നു എല്ലാവർക്കും. പിന്നെ റാഞ്ഞിപ്പോൾ ഉണ്ടായിരുന്നു, കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ പുളിമുട്ടായി, ഇംലി മുട്ടായി, അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടിയൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ഞങ്ങളെ പുഡിങ് കഴിക്കലും നിസ്കാരം ചുറ്റുപാടൊക്കെ കഴിഞ്ഞ് പിന്നെ അവൾ
ഞങ്ങളെ പരത്തി വെച്ച പാത്രങ്ങളെല്ലാം കൂടി എല്ലാവരും കൂടി കഴിച്ച് പരത്തി വെച്ച എല്ലാം കൂടി അവളെ ഡിഷ് വാഷറിൽ ഇടണം കേട്ടോ. അപ്പോൾ ഫുള്ള് ഡിഷ് വാഷറിലാക്കി കഴുകാൻ വെച്ചു. ഇതോടുകൂടി പിന്നെ നമ്മളെ വിരുന്നിൻ്റെ പണി കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി കൂടിയ റിസ്ക്കൊക്കെ കഴിഞ്ഞ് പാത്രം ഡിഷ് വാഷറിൽ കഴുകാനും കൂടി വെച്ച്, എത്ര കൂടുതൽ പാത്രങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇതിലോട്ട് വെച്ച് നല്ലോണം കഴുകാനൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചാൽ നമ്മൾ സെറ്റാക്കി വെക്കണം എന്നുള്ള നല്ലോണം ചുടുവെള്ളത്തിലൊക്കെ കഴുകി നല്ല നീറ്റാക്കിയിട്ട് തരും. അപ്പോൾ നമ്മളെ പണി പകുതി മുക്കാലും കഴിയും. അപ്പോൾ പെട്ടെന്ന് ഇട്ടാൽ ഡിഷ് വാഷർ ഉണ്ടായാലും നമുക്ക് പാത്രം കഴുകലിനും കാര്യങ്ങൾക്കൊക്കെ നമ്മളേക്ക് ലിക്വിഡും കൂടി ഒഴിച്ചെടുത്താൽ നമ്മൾ സെറ്റ് പാത്രങ്ങളൊക്കെ എത്ര കറുണ്ടെങ്കിലും ഒക്കെ സെറ്റാക്കിയിട്ട് റെഡിയാക്കി തരും. അപ്പോൾ പാത്രം കഴുകലും അവിടെ കഴിഞ്ഞ് പിന്നെ നമ്മളിതെടുത്ത് നല്ലോണം മാറ്റി വെച്ചാൽ മതി. നമ്മൾ വെക്കുന്ന റാക്കൊക്കെ എടുത്ത് വെച്ചാൽ പിന്നെ നമ്മളെ പണിയും കഴിഞ്ഞ് അങ്ങനെ പാത്രങ്ങളൊക്കെ സെറ്റായിട്ടാണ്. അപ്പോൾ അതേ നമ്മൾ അവിടുന്ന് പിരിയണേ. ഞങ്ങൾ നിസ്കാരം ചുറ്റുപാടൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി പിരിയണം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കൂടൽ ഇതോടുകൂടി തീർന്നിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ. താങ്ക് യു. സീ യു. ഇനി വേറൊരു വീഡിയോ കൊണ്ട് വരുന്നത് വരെ ബൈ.